നമസ്കാരം. വിദ്യാഭ്യാസം വർദ്ധിക്കുമ്പോഴല്ല, സമ്പത്ത് അധികരിക്കുമ്പോഴല്ല, മറിച്ച് ആത്മീയതയിൽ അഗ്രഗണ്യനാകുമ്പോഴാണ് ഒരാൾ ഏറ്റവും കൂടുതൽ വിനയപ്പെടേണ്ടത്. കവി സച്ചിദാനന്ദൻ ഇപ്രകാരം പറയുന്നുണ്ട്: 6-ാം ദിവസം അന്നാണ് ദൈവത്തിന് കയ്യബദ്ധം പറ്റിയത്. പ്രണയമില്ലാതെ പ്രാപിക്കുകയും വിനയമില്ലാതെ പ്രാർത്ഥിക്കുകയും തിന്നാനല്ലാതെ കൊല്ലുകയും ചെയ്യുന്ന മൃഗത്തെ സൃഷ്ടിച്ച ദിവസം. അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു, പിന്നീട് ഒരിക്കലും ദൈവത്തിന് വിശ്രമിക്കേണ്ടി വന്നിട്ടില്ല. ആത്മീയത മരിക്കുമ്പോഴാണ് വിനയവും പടിയിറങ്ങിപ്പോകുന്നത്. മനുഷ്യൻ്റെ താൻപോരുമയും ധാർഷ്ട്യവുമൊക്കെ ഈ ലോകത്ത് വർദ്ധിക്കുന്നത്, അവൻ അക്രമാസക്തനാകുന്നത് അവനിൽ ആത്മീയതയില്ല എന്നതുകൊണ്ട് മാത്രമല്ല, അവനിൽ വിനയവുമില്ല. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിൽ ഏറ്റവും കുറച്ച് മാത്രം ഉപയോഗിക്കപ്പെടുന്ന പദമാണ് ഐ എം സോറി, ഞാൻ തെറ്റ് ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കുക എന്ന് എത്ര പേർക്ക് പറയാൻ ധൈര്യം ഉണ്ടാകുന്നുണ്ട്. വിനയവും ആത്മീയതയും പരസ്പര പൂരകങ്ങളാണ്. പരിശുദ്ധ മറിയമിൻ്റെ ഓർമ്മ ദിവസങ്ങളിൽ ഈ വാക്കുകൾക്ക് ഇരട്ടി പ്രാധാന്യമുണ്ട്. ഒരു മനുഷ്യൻ ജീവിതത്തിൽ കൂടുതൽ കൃപ നേടുമ്പോഴും അനുഗ്രഹങ്ങളും സമ്പത്തുകളും ഒക്കെ പ്രാപിക്കുമ്പോഴും വിനയാന്വിതനാകണമെന്നുള്ളത് ഒരു കാവ്യനീതിയാണ്, പൊതുപ്രമാണമാണ്. അതുപോലെ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങളുണ്ടാകുമ്പോൾ, പ്രതിസന്ധികളുണ്ടാകുമ്പോൾ അവൻ കൂടുതൽ പ്രാർത്ഥനാ നിരതനാവുക, ഭൂമിയോളം താഴുക, ദുഃഖിക്കുക, കരയുക എന്നതിനൊക്കെ അപ്പുറമായി വിനയത്തോടുകൂടി അതിനെ ഏറ്റെടുക്കുക എന്നുള്ളതാണ് വിശുദ്ധ മറിയം നൽകുന്ന പാഠം. കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ജീവിതത്തിലെ പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും സങ്കടങ്ങളിലും മിഴിനീരിൽ ചാലിച്ച ഓരോ ജീവിതാനുഭവങ്ങളിലും വിനയത്തോടുകൂടി ഒരു പ്രാർത്ഥനയിൽ അതിനെ സ്വീകരിച്ചാൽ അതിന് ഒരു പ്രതിഫലവും മറുപടിയും ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു ഉദാത്ത മാതൃകയാണ് മറിയം. പൊതുവേദികളിൽ നമ്രശിരസ്കരായി കാണിക്കുന്ന വിനയവും നയവും അഭിനയവും ഒന്നുമല്ല യഥാർത്ഥത്തിൽ ഈ വിനയമെന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് ജീവിതത്തിൻ്റെ ഏറ്റവും ഗതിമുട്ടിയ പ്രയാസങ്ങളിൽ പ്രാർത്ഥനാപൂർവ്വം ദൈവത്തോട് കൂടുതൽ ചേർന്നിരിക്കുവാനുള്ള കൃപയും കഴിവുമാണ് വിനയവും അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ആത്മീയതയും. വിനയം വിശുദ്ധിയിലേക്കുള്ള ജീവിതയാത്രയാണ്. മാതൃദേവവും